It's my beautiful pregnancy journey. Follow me. പ്രീനാറ്റൽ അഥവാ പ്രഗ്നൻസി വർക്കൗട്ട് സീരീസിൽ ഇത് 3rd മന്ത് ഫസ്റ്റ് വീക്ക് ആവുന്നു. ഈ വീഡിയോടൊപ്പം 3rd മന്ത് ലാസ്റ്റ് വീക്ക് വർക്കൗട്ടും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ 3ാമത്തെ ഐഡൻറ്റിക്കൽ ട്വിൻ പ്രഗ്നൻസിയാണിത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടേഴ്സ് എനിക്ക് റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതെന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് വീണ്ടും ഞാൻ ഈ വീഡിയോയിൽ ആവർത്തിക്കുകയാണ്. പ്രഗ്നൻസി വുമൻസ് വർക്കൗട്ട് ചെയ്യുക. സാധാരണ പ്രഗ്നൻസിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ വിരളമാണ്. പ്രഗ്നൻസിയിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും ലഭിക്കുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ട്വിൻ പ്രഗ്നൻസി കൺഫേം ആയപ്പോൾ ഡോക്ടർ സ്ട്രിക്റ്റ് ആയിട്ട് എന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, അധികം സ്റ്റെപ്സ് കയറരുത്, അധികം കുനിയരുത് എന്നുള്ളത്. കാരണം എൻ്റെ പ്രൊഫഷനെക്കുറിച്ച് ഡോക്ടറിന് വളരെ കൃത്യമായിട്ട് അറിയായിരുന്നു. അപ്പം കുറച്ച് നാൾ എൻ്റെ അടുത്ത് അധികം ആക്ടിവിറ്റി ഒന്നും ചെയ്യരുത് എന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ പ്രീനാറ്റൽ വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന്, എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ കോൺഫിഡൻസും തന്നെയാണ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ. രണ്ടാമത്, എനിക്ക് 2ാമത്തെ പ്രഗ്നൻസിയിൽ എനിക്ക് വർക്കൗട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമം എനിക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രീനാറ്റൽ വർക്കൗട്ട് വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ വർക്കൗട്ട് വീഡിയോ ഷൂട്ട് ചെയ്തത്. എന്നാൽ ഞാനൊരു 5th or 6th മന്ത് വീഡിയോ സ്റ്റാറ്റസ് ആയിട്ടിട്ടു, ചെറിയൊരു പോർഷൻ ഞാനൊരു കുട്ടീനെ പഠിപ്പിക്കുന്നത്. അത് കണ്ടപ്പോൾ എൻ്റെ ഡോക്ടറിനെ വളരെ സ്ട്രിക്റ്റായിട്ട് വീണ്ടും റെസ്ട്രിക്റ്റ് ചെയ്തു, ചീത്ത പറയുകയും ചെയ്തു. ഡോക്ടർ എന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള പ്രധാന കാരണങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, എൻ്റെ 3ാമത്തെ പ്രഗ്നൻസിയാണ്, അതും ട്വിൻ പ്രഗ്നൻസി. ഐഡൻറ്റിക്കൽ ട്വിൻ പ്രഗ്നൻസിയിൽ മറ്റുള്ള ട്വിൻ പ്രഗ്നൻസിനെ അപേക്ഷിച്ച് 30% റിസ്ക് ഫാക്ടർ ഹൈ ആണ് അമ്മയ്ക്കും കുഞ്ഞിനും. അതായത് മറ്റുള്ള ട്വിൻ പ്രഗ്നൻസിനേക്കാൾ കുറച്ചും കൂടി കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ളൊരു പ്രഗ്നൻസിയാണ് ഐഡൻറ്റിക്കൽ ട്വിൻ പ്രഗ്നൻസി എന്ന് പറയുന്നത്. സർവീക്സ് ഒക്കെ വീക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്, പ്രത്യേകിച്ച് 3ാമത്തെ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ചിലപ്പോൾ നേരത്തെ പ്രിമച്വർ ഡെലിവറി സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ ആ സമയത്ത് വളരെയധികം കോവിഡിൻ്റെ ഒരു സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രിമച്വർ ഡെലിവറിയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലിയ രീതിയിൽ റിസ്ക് ഫാക്ടറായിരുന്നു. കാരണം ആ സമയത്ത് കോവിഡ് കൂടി ഒരുപാട് മരണങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയവും കൂടിയായിരുന്നു. കോവിഡ് അത്രയും കൂടിയൊരു സമയമായതുകൊണ്ട് പ്രിമച്വർ ഡെലിവറി സംഭവിക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അതുകൊണ്ടാണ് എന്നെ ഡോക്ടേഴ്സ് അങ്ങനെ ഇത്രയും അധികം റെസ്ട്രിക്റ്റ് ചെയ്തത്. കുറച്ച് നാളത്തേക്ക് ക്ലാസ്സുകളൊക്കെ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. സ്റ്റുഡിയോ ക്ലോസ് ആയിരുന്നു കോവിഡ് ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഓൺലൈൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കുക എന്നുള്ളതും എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടായിരുന്നു. അപ്പം ഞാനിത് നേരത്തെ കമ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം ഞാനിത് പഠിപ്പിക്കുന്ന ഒരു ചെറിയ പോർഷൻ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടപ്പം ഡോക്ടർ അത് കണ്ടിട്ട് എന്നെ വീണ്ടും ചീത്ത പറഞ്ഞു. അങ്ങനെ ഞാൻ ഡോക്ടറോട് പറഞ്ഞില്ല മാഡം, ഞാൻ ഇനി ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2 വീക്സ് ഞാൻ ഒന്നും ചെയ്യാതെ ഇരുന്നു. ശരി, ഡോക്ടർ ഇപ്പോൾ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡും പറഞ്ഞു അവർ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അത്ര റിസ്ക് ഫാക്ടർ ഉള്ളതുകൊണ്ടല്ലേ, അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ 2 വീക്സ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആകെ മെൻ്റലി ഞാൻ ഡിപ്രസ്ഡ് ആകാൻ തുടങ്ങി, സ്ട്രെസ്ഡ് ആകാൻ തുടങ്ങി, ഡൗൺ ആകാൻ തുടങ്ങി. അതെനിക്ക് വളരെ വലിയ രീതിയിലൊരു മാനസിക ബുദ്ധിമുട്ടിലേക്ക് പോകാനുള്ള കാരണമായി. അങ്ങനെ ഞാൻ ഈ കാര്യം എനിക്ക് വളരെ വേണ്ടപ്പെട്ട മറ്റൊരു ഗൈനക് ഡോക്ടറിനോട് കൂടെ ഷെയർ ചെയ്യുകയുണ്ടായി. മാഡം ഈ സെയിം കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ എനിക്കിതൊന്നും തലയിൽ കയറില്ല. കാരണം എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രീനാറ്റൽ വർക്കൗട്ട് വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യണം, എൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ എനിക്ക് എടുക്കണം, അതോടൊപ്പം പ്രീനാറ്റൽ വർക്കൗട്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യണം, അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ 2 ഡോക്ടേഴ്സിനോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്തു, ഞാൻ ചെറുതായി ആക്റ്റീവ് ആയിക്കോട്ടെ, ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു ഇനി സ്വയം റിസ്കിൽ വേണം ചെയ്യാനായിട്ട്. കാരണം ഇനി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് അവർ റിസ്ക് ഏറ്റെടുക്കില്ല. അവരപ്പോൾ പറയും ഞങ്ങൾ അന്ന് പറഞ്ഞതല്ലേ, എന്തുകൊണ്ട് അനുസരിച്ചില്ല എന്നൊരു ചോദ്യം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാൽ, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തുന്നതൊക്കെ പുള്ളി ഇങ്ങനെ ടെൻഷൻസ് ഷെയർ ചെയ്തിരുന്നു. മാത്രമല്ല ഇത് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ എന്നെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. ഹൈ റിസ്ക് ആയിരുന്നിട്ടും ഡോക്ടേഴ്സ് റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടും ഞാൻ എൻ്റെ പ്രീനാറ്റൽ അതായത് പ്രഗ്നൻസി വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എനിക്കോ എൻ്റെ കുഞ്ഞുങ്ങൾക്കോ ഒന്നും പറ്റില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. മാത്രമല്ല എനിക്ക് ഫിറ്റ്നസ്സിലുള്ളൊരു എക്സ്പീരിയൻസും ഒരു പ്രധാന കാരണമാണ്. ഞാനൊരു പ്രീനാറ്റൽ പോസ്റ്റ്പാർട്ടം ഹെൽത്ത് കോച്ചാണ്. അതായത് പ്രഗ്നൻസി വുമൻസിനും ഡെലിവറി കഴിഞ്ഞവർക്കും ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഹെൽത്ത് കോച്ചാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും എനിക്ക് വളരെ നല്ല രീതിയിലുള്ളത് കൊണ്ടാണ് ഡോക്ടേഴ്സ് ഇത്രയും റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രീനാറ്റൽ വർക്കൗട്ട്സ് കണ്ടിന്യൂ ചെയ്തത്. പ്രഗ്നൻസിയിൽ ഡോക്ടേഴ്സ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കൊരു സംശയം ഉണ്ടാകാം എന്നിട്ട് എന്തുകൊണ്ട് ഞാൻ പാലിച്ചില്ല എന്നുള്ളത്. അതിനുള്ള കൃത്യമായിട്ടുള്ള കാരണങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സ്റ്റെപ്സ് കയറരുത്, കുനിയരുത്, ക്ലാസ്സുകളൊന്നും എടുക്കരുത്, ഈ ഒരു കാര്യങ്ങളും ഞാൻ പാലിച്ചിട്ടില്ല. സ്റ്റെപ്സ് ഞാൻ കയറിയിട്ടുണ്ട്. സ്റ്റെപ്സ് കയറാനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. എന്തായാലും എൻ്റെ ഈ സാഹസികതയൊക്കെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് കാണാതിരിക്കില്ല.